അൽക്കോർ കോർണേഷനിലാണുള്ളത്. ബോട്ടുകളൊക്കെ കണ്ട കോർണേഷൻ്റെ അവിടെ ഫിഷ് മാർക്കറ്റ്. കട്ടിങ് നല്ല ഫ്രഷ് മീനാണ്. അടവിൻ്റെ വലിയ സൈസ് പൊള്ളിച്ച് കഴിഞ്ഞാൽ ടോപ്പായിരിക്കും. തിരണ്ടി ഉണ്ടോ? മങ്കട എങ്ങനെയുണ്ട്? അല്ല ഫ്രഷ് മീൻ ഇപ്പോൾ വന്നാലേ കടൽ കണ്ണൻ ശരിക്കുള്ള. ഇത് എന്താ പേര് ഇതില്? മോതല്ലേ? നല്ല അടിപൊളിയല്ലേ? മോത മീൻ ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കും അല്ലേ? ശരി. ഫ്രഷ് മീൻ പറക്കിയതല്ലേ? മീനിൻ്റെ വീഡിയോ സ്രാവില്ലേ? ഇത് കൊണ്ടുവരും. മറ്റേ ആൺസ്രാവ് അല്ല പെൺസ്രാവ് ഉണ്ട്. ഇത് ആൺസ്രാവാ? ചെറുത് ആൺസ്രാവ്. ഇത് പെണ്ണ്. എണ്ണമാരി ഉണ്ടാവും കറി വെച്ചത് ഇതില്ലേ? ആണ് ഉണ്ടായാലും കല്ലിച്ചാൽ മതി. വില കുറവാണ്, റേറ്റ് കുറവാണ്. ഈ ഏട്ടക്കൊക്കെ എഗ്ഗ് ഉണ്ടാവോ? ഉണ്ടാവില്ലേ? എല്ലാത്തും കൂടെ മുട്ടുണ്ട്. വീഡിയോ ഒന്നും എടുക്കട്ടെ. ഇതെന്താ മീൻ ഇങ്ങനെ അടിക്കടിക്കടിക്ക നല്ല അയില കണ്ട. ഷാഫി അറബികൾ ഏറ്റവും ചുട്ട് കഴിക്കണ മീനാണ് ഇത്, ഷാഫി. നമ്മുടെ കിളിമീൻ, പുതിയപ്പള കോര, പിന്നെ നമ്മുടെ ദേശീയ മൃഗം, ദേശീയ ഫിഷ്. എന്തായാലും മത്തി കാണുമ്പോൾ തന്നെ वाटर चाहिए। इससे अच्छा मछली है। ये गिफ्टी सिलोपिया, ये सिलोपिया है। सिलोपिया हाँ, कतर का ये कितना किलो का? 16 റിയാൽ. ആ ഉണ്ടോ? ജീവനുള്ള മീനിന് 16 റിയാലാണ്. അതിന് 1 കിലോൻ്റെയും 1/2 കിലോൻ്റെയും എല്ലാം ഉണ്ട്. ഏക്കെ 8 റിയാൽ ലിഖा? हाँ शॉप में. ഭയങ്കര ഒരു അനുഭവം തന്നെ അല്ലേ? പൊതുവേ ഈ നാട്ടിൽ ഫിഷിന് വില കുറവാട്ടോ. കണ്ട ഒരു സാധനം കിടക്കണണ്ട, ഒരാളുടെ വലിപ്പമുണ്ട്. വെള്ളമൊക്കെ കണ്ട് നല്ല കണവ. നല്ല കിങ് ഫിഷ് കണ്ട, നെയ്മീൻ. പിന്നെ ഇത് നമ്മുടെ നല്ല ടേസ്റ്റുള്ള മീൻ അമൂർ. ഫിഷ് മാർക്കറ്റിൽ കച്ചവടക്കാർ വന്നിട്ട് എല്ലാം അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അമൂറെന്നൊക്കെ പറഞ്ഞാൽ പട്ടയ്ക്കണ അമൂറാട്ടാ. ഒരു വലിയ മീൻ അവിടെ കിടക്കുന്നുണ്ട്, അതെന്താ പോയി നോക്കാം.
ಅವನಿಗೆ ಸತ್ತಾಗಿ ಏನು ಕೊಟ್ಟು ಮಾಡ್ಬಿಡ್ತಾನೆ. അൽക്കൂർ ഫിഷ് മാർക്കറ്റ് അത്ര ചെറിയ മാർക്കറ്റൊന്നുമല്ല കേട്ടോ, അത്യാവശ്യം വലിയ മാർക്കറ്റാണ്. നല്ല ഞണ്ട് കണ്ട, ആൺഞണ്ടാണിത്. ആൺഞണ്ടിന് ഇങ്ങനെ ഉണ്ടാവുക, ചെറുതായിട്ടുണ്ടാവുക. ഇത് പെൺഞണ്ടാണ്. ആൺഞണ്ടിൻ്റെയും പെൺഞണ്ടിൻ്റെയും കണ്ടില്ല അടിഭാഗം. ഇതൊരു ഭംഗിയുള്ള മീനാണ്. നല്ല ചേരി കേട്ടോ, 1 കിലോനൊക്കെയുള്ള അടുത്തുള്ളത്. എല്ലാ ഷോപ്പിലും ഉണ്ട് ഓരോ വലിയ അല്ല, ഞാൻ വെറുതെ വീഡിയോ എടുത്തു. ഷാഫി എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഷാഫി കേട്ടോ, ചെറിയ ഷാഫി എന്നല്ല, നല്ല വലിപ്പമുള്ളത്. ചില ഷാഫിയൊക്കെ ഏകദേശം 300 ഗ്രാം 400 ഗ്രാമിൻ്റെ ഒക്കെ ഇതാണ്ടാവും. അത്രയും വലിയ ഷാഫിയൊക്കെ ആണോ? എന്നെ ഒന്നും വേണ്ട തമ്പി, ഇല്ല ഞാൻ വീഡിയോ എടുക്കണം. സൂപ്പറാ. ചുട്ട് സാപ്പിടാതൊക്കെ இருந்தா 2 மீன் நல்லா. ഞങ്ങൾ മുന്നാടി ചുട്ട് സാപ്പിടും. हाँ ये बारबेक्यू का बहुत अच्छा ओपन करके मसाला पोते वचीना நல்லா இருக்கும். बारबेक्यू अम्ब्रेला कटिंग करने का बाद में मसाला करके बारबेक्यू हम लोग पहले ऐसा किया. इधर बारबेक्यू का वांगो अभी किलो के कितने है? किलो 15 ओ चेरी सेम रेट सेम 15. நல்லா இருக்கும். ஒரு பீஸ் வாங்கி ஓபன் பண்ணி கொண்டு போய் பாரபெக்யூ 3-4 பேர் சாப்பிடுவோம். കണ്ട 15 അല്ല 15 കടയുടെ ഇതാട്ടാ. ഈ മീൻ നല്ല ടേസ്റ്റുള്ള മീനാണ്. ഇത് നമ്മുടെ ഇതില്ല പട്ടത്തി മാന്തൾ, ആ മാന്തളിൻ്റെ ഇതിൽ പെട്ടതാണത്. മോത, ഇതാണ് സാധനം മോത. ഇവനറിയില്ല, ഇവന് ഒട്ടിക്കത്തെ ടേസ്റ്റുള്ള മീനാണ്. ചൂര கோவத்துக்கு என்ன வேணாலும் பண்ணுவாங்க. என்ன ஒன்று നമ്മുടെ പാലക്കാട്ടുകാർക്ക് ഇങ്ങനെ ഫ്രഷ് മീൻ കാണുമ്പോഴേ ഈ മീനൊക്കെ ഞങ്ങൾ ഞണ്ട് പിടിക്കാൻ പോകുമ്പോൾ കിട്ടാറുണ്ട് കേട്ടോ. ഇങ്ങനെ കടലിൻ്റെ സൈഡിൽ ഉണ്ടാവുന്നതാണ്. നമ്മുടെ ഉൾക്കടലിൽ ഇങ്ങനെ ഒരു പട്ടത്തി, അതായത് നമ്മുടെ മാന്തൾ പോലെ ഉള്ളൊരു മീനാണ്. അങ്ങനെ ഏട്ട കിടക്കണം. അപ്പോൾ ഇതാണ് അൽക്കൂർ ഫിഷ് മാർക്കറ്റ്. അതും രാവിലെ നേരം അതിമനോഹരമായ കാഴ്ച തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ, വീഡിയോ ഒക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ?